ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് മൈക്കോടോക്സിൻസ് എന്ന് നോക്കാം. മൈക്കോടോക്സിൻ എന്ന് പറയുന്നത് ഫംഗസിലുള്ള ഒരു നേച്ചുറൽ പ്രോഡക്റ്റ് ആണ്. അത് ലോ കോൺസെൻട്രേഷനിൽ ഹയർ വെർട്ടിബ്രേറ്റ്സ്, അതായത് ഹ്യൂമനിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള അനിമലിലോ നേച്ചുറൽ റൂട്ട് വഴി എത്തുമ്പോൾ ടോക്സിക് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ മൈക്കോടോക്സിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ കഴിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഡിസീസസിനെയാണ് നമ്മൾ മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഡിസീസ്, അതിനെയാണ് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. മൈക്കോടോക്സിക്കോസിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മൈക്കോടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മൈക്കോടോക്സിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി ഹ്യൂമനോ അല്ലെങ്കിൽ അനിമൽസിനോ ഉണ്ടാവുന്ന ഇൽനെസ്സോ അല്ലെങ്കിൽ ഡെത്തോ, ആ ഒരു കണ്ടീഷനാണ് മൈക്കോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ മൈക്കോടോക്സിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻസ് ആണ് ഒന്ന് എഫ്ലാടോക്സിൻസ്, പിന്നെ ഉള്ളത് ഫ്യൂസേറിയം ടോക്സിൻസ്, പിന്നെ ഉള്ളത് ഒക്ര ടോക്സിൻസ്. ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻസ്. മൈക്കോടോക്സിൻസ് മെയിനായിട്ടും 4 രീതിയിലുള്ള ടോക്സിസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അക്യൂട്ട്, ക്രോണിക്, മ്യൂട്ടാജനിക്, പിന്നെ ഉള്ളത് ടെറാറ്റോജനിക്. അതിൽ ടെറാറ്റോജൻ എന്ന് പറയുന്നത് എംബ്രിയോയുടെയൊക്കെ മാൽഫോർമേഷന് കാരണമാകുന്ന ഏജൻസ് ആണ് ടെറാറ്റോജൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ മൈക്കോടോക്സിൻസും നേച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ഫുഡിലും ബാക്കിയുള്ള ഫുഡ് സ്റ്റഫ്സിലൊക്കെ നേച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആയിരിക്കും. മൈക്കോടോക്സിൻ കാരണം ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, പിന്നെ ഉള്ളത് റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ്, മൂന്നാമത്തത് ലിവർ, കിഡ്നി അല്ലെങ്കിൽ അതർ ഓർഗൻ ഡാമേജ് ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസർ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മൈക്കോടോക്സിൻ കാരണം ഉണ്ടാവുന്ന ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻസും അത് ഹോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഡിസീസസിനെ പറ്റിയാണ്. അപ്പോൾ ഓരോ ടോക്സിൻസിനായിട്ട് ആദ്യം പറയാം. ഒന്ന് എഫ്ലാടോക്സിൻസ്, രണ്ടാമത്തത് സൈക്ലോപിയാസോണിക് ആസിഡ്, മൂന്നാമത്തത് ഒക്ര ടോക്സിൻസ്, നാലാമത്തത് ഫ്യൂമോണിസിൻസ്, അഞ്ചാമത്തത് ട്രൈക്കോതീക്കൻസ്, ആറാമത്തത് സിറലനോൾ, ഏഴാമത്തത് പാറ്റുലിൻ. അപ്പോൾ ഈ 7 മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻസ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ്ലാടോക്സിൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ്, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. AF, അതായത് ആസ്പെർജിലസ് ഫ്ലേവസ്. ആസ്പെർജിലസ് ഫ്ലേവസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് മെറ്റബോളൈറ്റ്സ് ആണ് എഫ്ലാടോക്സിൻസ്. ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ഒരു സ്ട്രേഞ്ച് മാനിഫെസ്റ്റേഷൻസ് ആയിട്ടാണ്. അതായത് മിസ്റ്റീരിയസ് ഡിസീസ് ആയിട്ടുള്ള ടർക്കി എക്സ് ഡിസീസ് എന്നാണ് ഫസ്റ്റ് എഫ്ലാടോക്സിൻ ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഈ എഫ്ലാടോക്സിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് B1, B2, G1, G2 ഇങ്ങനെയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ചെയ്യുമ്പോൾ UV ലൈറ്റിൻ്റെ അണ്ടറിൽ നോക്കുമ്പോഴത്തേക്കും എഫ്ലാടോക്സിൻ മെറ്റബോളൈറ്റ്സ് ബ്ലൂ ആൻഡ് ഗ്രീൻ ഫ്ലൂറസെൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് B ആൻഡ് G എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അതിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ആസ്പെർജിലസ് ഫ്ലേവസ് കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫ്ലാടോക്സിൻസ് ആണ് B1 B2. അതുപോലെ തന്നെ ആസ്പെർജിലസ് പാരാസൈറ്റിക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് G1 G2. ആസ്പെർജിലസിനെ കൂടാതെ എഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഫംഗസ് ആണ് പെൻസിലിയം പ്യൂബെറില. പിന്നെ നമുക്ക് ഈ എഫ്ലാടോക്സിൻസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ്ലാടോക്സിൻ്റെ ഹൈഡ്രോക്സിലേറ്റഡ് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള B1നെ B2നെയും ബയോ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് M1ഉം M2 ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് B1നെ M1 ആയിട്ടും B2നെ M2 ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആസ്പെർജിലസ് ഫ്ലേവസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫ്ലാടോക്സിനാണ് B1ഉം B2. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് B1 ആണ്. കാരണം ഈ B1 ആണ് കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസിലൊക്കെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ എഫ്ലാടോക്സിൻ B1 എന്ന് പറയുന്നത് ഹൈലി ടോക്സിക്കുമാണ്, അതുപോലെ തന്നെ കാർസിനോജനിക്കുമാണ്. പിന്നെ ഈ എഫ്ലാടോക്സിൻ കോമൺ ആയിട്ട് കാണുന്ന സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഒന്ന് പീനട്ട്, പിന്നെ ഗ്രൗണ്ട് നട്ട്, കോൺ, കോട്ടൺ സീഡ്സ്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് എഫ്ലാടോക്സിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടേം ആണ് എഫ്ലാടോക്സിക്കോസിസ്. ഇതെന്ന് വെച്ചാൽ എഫ്ലാടോക്സിൻ കാരണം ഉണ്ടാവുന്ന ഡിസീസസിനെയാണ് എഫ്ലാടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. ഇതിന് മെയിനായിട്ടും 2 ഫോംസ് ആണ് ഉള്ളത്. ഒന്ന് അക്യൂട്ട് ആയിട്ടുള്ള ഫോമും പിന്നെ ഉള്ളത് ക്രോണിക് ഫോമും. അപ്പോൾ അക്യൂട്ട് ആകുമ്പോഴത്തേക്കും അതൊരു സിവിയർ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് അക്യൂട്ട് സിവിയർ ഇൻടോക്സിക്കേഷൻ. അതെന്ന് പറയുമ്പോഴത്തേക്കും ലിവർ ഡാമേജ് ഉണ്ടാവാം, അതുപോലെ തന്നെ അതർ ഇൽനെസ് ഉണ്ടാവാം, ചിലപ്പോൾ അത് ഡെത്തിലോട്ട് വരെ ലീഡ് ചെയ്തേക്കാം. പിന്നെ ഉള്ളതാണ് ക്രോണിക് സബ് സിംറ്റമാറ്റിക് എഫ്ലാടോക്സിക്കോസിസ്. ഇതിൽ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ലിത്താർജി ഉണ്ടാവാം, പിന്നെ എനോറക്സിയ ഉണ്ടാവാം, മസിൽ വീക്ക്നെസ്സും അതുപോലെ തന്നെ സ്പാസംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ഇതുകൂടാതെയുള്ള മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഫീവർ, ജോണ്ടിസ്, എസൈറ്റ്സ്, ഹെപ്പാറ്റോമെഗാലി, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ചിലപ്പോൾ അത്
അത് ഡെത്തിലോട്ട് വരെ ലീഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ആദ്യം എഫ്ലാടോക്സിൻ കാരണം ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഡിസീസസിനെയാണ് നമ്മൾ എഫ്ലാടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. അതിന് 2 ഫോംസ് ആണുള്ളത്. അക്യൂട്ട് സിവിയർ ഇൻടോക്സിക്കേഷൻ ആയിട്ടുള്ള ഒരു ഫോമും പിന്നെ ക്രോണിക് സബ്സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോമും. അപ്പോൾ അക്യൂട്ട് ഫോമിൽ എന്ന് പറയുന്നത് ലിവർ ഡാമേജ് ഉണ്ടാവാം, പിന്നെ ഇൽനെസ്സോ അല്ലെങ്കിൽ ഡെത്തിലോട്ട് വരെ അത് ലീഡ് ചെയ്തേക്കാം. ക്രോണിക് ആകുമ്പോഴത്തേക്കും ലിതാർജി, എനോറെക്സിയ, മസിൽ വീക്ക്നെസ്സും അതുപോലെ തന്നെ സ്പാസംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അതുകൂടാതെയുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ഫീവർ, ജോണ്ടിസ്, ഹെപ്പറ്റോമെഗാലി, എസൈറ്റ്സ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഉള്ളത് ചിലപ്പോൾ ഡെത്തിലോട്ട് വരെ അത് ലീഡ് ചെയ്തേക്കാം. അക്യൂട്ട് എഫ്ലാടോക്സിക്കോസിസ് ഉള്ള പേഷ്യൻസിൽ എൻസെഫലോപ്പതിയുടെയും അതുപോലെ തന്നെ വിസറയിലെ ഫാറ്റി ഡീജനറേഷൻ്റെ സൈൻസും സിംറ്റംസും ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് റെയ്സ് സിൻഡ്രോം. അതായത് ഇതെന്ന് പറയുന്നത് എക്സ്ട്രീംലി സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ലിവറിലും ബ്രെയിനിലും ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. അതാണ് റെയ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് അക്യൂട്ട് എഫ്ലാടോക്സിക്കോസിസും ആയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ചൈൽഡ്ഹുഡ് സിറോസിസ്, അതായത് ICC. അത് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് എഫ്ലാടോക്സിൻസ് ആണ്. ഇനി എങ്ങനെയൊക്കെ എഫ്ലാടോക്സിക്കോസിസ് അല്ലെങ്കിൽ എഫ്ലാടോക്സിൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഡീടോക്സിഫിക്കേഷൻ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രേറ്റഡ് സോഡിയം കാൽഷ്യം എലുമിനോ സിലിക്കേറ്റ്, അതായത് HSCAS. ഇതിനൊരു പർട്ടിക്കുലർ എബിലിറ്റി ഉണ്ട്. ഇതെന്ന് പറയുന്നത് എഫ്ലാടോക്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ, അതായത് വൈറ്റമിൻ E ടാബ്ലറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എഫ്ലാടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനെയൊക്കെ നമുക്ക് അൺഹൈഡ്രസ് അമോണിയ വെച്ചിട്ട് ഒരു 2 വീക്സ്, അതായത് 10 to 14 ഡേയ്സ് ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും എഫ്ലാടോക്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻ ആണ് സൈക്ലോപിയാസോണിക് ആസിഡ് അല്ലെങ്കിൽ CPA എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ടോക്സിക് ഇൻഡോൾ ടെട്രാമിക് ആസിഡ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസ്പെർജിലസിന്റെ സ്പീഷീസ് ആയിട്ടുള്ള അസ്പെർജിലസ് ഫ്ലേവസും അസ്പെർജിലസ് ഒറൈസയും അതുകൂടാതെ പെൻസിലിയത്തിന്റെ സ്പീഷീസ് ആയിട്ടുള്ള പെൻസിലിയം സൈക്ലോപിയോ ആണ്. ഇത് നേച്ചുറലി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ കാണപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ഇത് കാണുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നട്ട് അതുപോലെ തന്നെ കോണിലൊക്കെയാണ് കാണുന്നത്. അതുകൂടാതെ ഇത് എഫ്ലാടോക്സിനൊപ്പം ചേർന്നിട്ട് കോ കണ്ടാമിനന്റ് ആയിട്ടും ഫുഡ്സിൽ കാണാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻ ആണ് ഒക്രാടോക്സിൻ. ഒക്രാടോക്സിൻ എന്ന് പറയുന്നത് നേച്ചുറലി കാണുന്ന ഒരു മൈക്കോടോക്സിൻ ആണ്. മെയിൻ ആയിട്ടും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസ്പെർജിലസിന്റെയും അതുപോലെ തന്നെ പെൻസിലത്തിന്റെയും ചില സ്പീഷീസ് ആണ്. നേച്ചുറലി ഇത് ഗ്രെയിൻസിൽ കാണും, അതുപോലെ തന്നെ അതർ പ്ലാന്റ് പ്രൊഡക്ട്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഒക്രാടോക്സിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു നെഫ്രോടോക്സിൻ ആണ്, അതുപോലെ തന്നെ ഇമ്മ്യൂണോസെപ്രസന്റ് ആണ്, ടെറാറ്റോജൻ ആണ്, മ്യൂട്ടാജൻ ആണ്, കാസ്നോജനും ആണ്. ഒക്രാടോക്സിനുമായിട്ട് ഹ്യൂമൻ എക്സ്പോഷർ വരുന്നത് മെയിൻ ആയിട്ടും 2 രീതിയിലാണ്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടും വരാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടും വരാം. ഡയറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒക്രാടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ഫുഡ് കഴിക്കുന്നത് വഴി ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടാവാം. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്രാടോക്സിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അനിമൽ കഴിക്കും. അപ്പോൾ അനിമലിന്റെ മീറ്റ് കഴിക്കുന്നത് വഴി ഹ്യൂമന് ഇൻഡയറക്റ്റ് ആയിട്ട് ഡിസീസ് ഉണ്ടാവാം. അപ്പോൾ ഒക്രാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ബാൽക്കൻ എൻഡമിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ BEN എന്ന് പറയും. ഇപ്പോൾ ഈ പിക്ചറിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബാൽക്കൻ എൻഡമിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എഫക്ട് ചെയ്തിട്ടുള്ള കിഡ്നി. അടുത്തതാണ് ഫ്യൂമോണിസിൻസ്. ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ടും സിറിയൽസ്, അതായത് കോൺസിലൊക്കെയാണ് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നത്. ഫ്യൂസേറിയം മോണിലിഫോം എന്ന് പറയുന്ന ഫംഗസ് ആണ് ഫ്യൂമോണിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ടും സിവിയർ ആയിട്ടുള്ള ഡിസീസസ് ഹ്യൂമനിലും അനിമലിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂമോണിസിൻ FB1 to FB4 അതാണ് മെയിൻ ആയിട്ടുള്ള മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂമോണിസിൻ B1 to ഫ്യൂമോണിസിൻ B4. അടുത്തതാണ് ട്രൈക്കോതീക്കൻസ്. ഇത് മെയിൻ ആയിട്ട് ഫ്യൂസേറിയൻ സ്പീഷീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ മൈക്കോതീക്കം, ട്രൈക്കോഡെർമ, ട്രൈക്കോതീക്കം, സെഫലോസ്പോറിയം ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ഒക്കെ ട്രൈക്കോതീക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിന്റെ മെയിൻ എഫക്ട്സ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, വോമിറ്റിംഗ്, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ ഇവയൊക്കെയാണ്. അടുത്ത ടോക്സിൻ ആണ് സിറലനോൺ. ഇതൊരു ഈസ്ട്രോജനിക് ടോക്സിൻ ആണ്. കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്യൂസേറിയത്തിന്റെ ഗ്രാമിനെറോ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. സിറിയൽസിലാണ് സിറലനോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് മെയ്സ്, ചോളം, ബാർലി, ഗോതമ്പ് ഇതിലൊക്കെയാണ് കാണുന്നത്. ഹ്യൂമനിൽ ഇത് മെയിൻ ആയിട്ടും സെർവൈക്കൽ ക്യാൻസർ കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രനിൽ പ്രിക്യൂഷ്യസ് പ്യൂബർട്ടൽ ചേഞ്ചസും. അടുത്തത് പാറ്റുലിൻ. ഇത് ഡിഫറെന്റ് മോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തത് പെൻസിലിയം പാറ്റുലം എന്ന് പറയുന്ന സ്പീഷീസ് എന്നുമാണ്. അടുത്ത് നോക്കാൻ പോകുന്നത് മൈക്കോടോക്സിന് ബയോ ടെററിസത്തിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൈക്കോടോക്സിൻ കെമിക്കൽ ഏജൻസ് ആയിട്ട് വാറിന്റെ ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് കൺസിഡറബിൾ ആയിട്ടുള്ള എവിഡൻസ് തന്നിട്ടുള്ളത് ഇറാഖി സയന്റിസ്റ്റ് ആണ്. അവരിത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എഫ്ലാടോക്സിൻ ബയോ വെപ്പൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ എഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലിവർ ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ എഫ്ലാടോക്സിൻ കൂടാതെ ട്രൈക്കോതീക്കൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് ഫ്യൂ മില്ലിഗ്രാം ട്രൈക്കോതീക്കനുമായിട്ട് കോൺടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം തന്നെ ലീതൽ ആയിട്ടുള്ള എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് മൈക്കോടോക്സിൻ എങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ്. മൈക്കോടോക്സിൻ മെയിൻ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ബൈൽ, യൂറിൻ, ഫീസസ്, മിൽക്ക്, ഫീഡ്സ്, ഫുഡ് സ്റ്റഫ് ഇതെന്നൊക്കെയാണ്. മെത്തേഡ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മൂന്നെണ്ണാണുള്ളത്. ഫിസിയോളജിക്കൽ മെത്തേഡ്സ്, ബയോളജിക്കൽ മെത്തേഡ്സ്, സൈറ്റോളജിക്കൽ എസേസ്. ഇതിൽ ഫിസിയോളജിക്കൽ മെത്തേഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒന്ന് TLC, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, പിന്നെ ഉള്ളത് GLC, ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, പിന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി, HPLC, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. ബയോളജിക്കൽ അസേസ് നമ്മൾ ചെയ്യുന്നത് ഡക്ലിൻ, റാറ്റ്, റാബിറ്റ്, ട്രൗട്ട് ഇതിലൊക്കെയാണ്. സൈറ്റോളജിക്കൽ അസേ എന്ന് പറയുമ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചറാണ് ചെയ്യുന്നത്. അതായത് ടിഷ്യൂ കൾച്ചറിൽ സൈറ്റോടോക്സിക് എഫക്ട്സ് ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂവർ ടെക്നിക്സ് ഉണ്ട്. ഐസോ എൻസൈം ഇലക്ട്രോഫോർസസ്, RFLP, റെസ്ട്രിക്ഷൻ, ഫ്രാഗ്മെന്റ്, ലെങ്ത്, പോളിമോർഫിസം. ഈ ഉള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ന്യൂവർ ടെക്നിക്സ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രിവെൻഷനിൽ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഒന്നുകിൽ എലിമിനേറ്റ് ചെയ്യുക മൈക്കോടോക്സിന്റെ ഒക്യുറൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡിലും ഫീഡിലും ഒക്കെ മൈക്കോടോക്സിന്റെ കണ്ടാമിനേഷൻ അറ്റ്ലീസ്റ്റ് മിനിമൈസ് ചെയ്യാൻ നോക്കുക. അടുത്തത് ട്രീറ്റ്മെന്റിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്, പിന്നെ ഉള്ളൊരു മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസും ഹീമോ പെർഫ്യൂഷനുമാണ്. പക്ഷേ ഇത് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ മൈക്കോടോക്സിന്റെ ഇൻടേക്ക് നടന്ന് 24 hours ടോക്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹീമോ ഡയാലിസിസും ഹീമോ പെർഫ്യൂഷനും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് മൈക്കോടോക്സിക്കോസിസ്. അതായത് എന്താണ് മൈക്കോടോക്സിക്കോസിസ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്കോടോക്സിൻസ്, പിന്നെ അതിൻ്റെ എങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്.